ആധുനിക ഭാഷയിൽ അല്ലെങ്കിൽ ടെർമിനോളജിയിൽ നമ്മൾ മാരിറ്റൽ എഡ്യൂക്കേഷൻ, പേരൻറ്റിങ്, ഫാമിലി എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പറയും. നമ്മുടെ പൗരാണിക ഭാരതത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ ഒരു ടൈറ്റിലോ തലക്കെട്ടോ കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ കൊടുക്കുന്ന മോഡേൺ സിലബസിനേക്കാൾ വളരെ ഇൻഡെപ്തായ കുറേ കൂടെ സ്പിരിച്വലായ ഒരു ഡയമെൻഷൻ ഇതിൽ വെൽക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മുടെ ആൾക്കാർ കഴിയുന്നില്ല. സാറും സ്വാമിജിയും പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ആധുനിക കാലത്തോട് ചേർത്ത് വെച്ച് വായിച്ചാൽ ഈ ആശയവും ഈ സംസ്കാരവും നമുക്ക് ഉണ്ടെങ്കിലും അത് എത്രമാത്രം ആൾക്കാർ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാന ചോദ്യം. മാത്രമല്ല, ഇതിനോട് ചേർത്ത് വെക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടെ. ഒന്ന്, നമ്മുടെ ഈ ഫെർട്ടിലിറ്റി, നമ്മുടെ ഈ ആധുനിക കഴിഞ്ഞൊരു 50 വർഷം ഇന്ത്യക്ക് മാത്രമല്ല നമ്മളൊരു യൂറോപ്യൻ മോഡലാണ് പിന്തുടരുന്നത്. അതായത് യൂറോപ്പിൻ്റെ ഹെൽത്തി ആൻഡ് സോ കോൾഡ് ഗ്രേറ്റ് മോഡൽ എന്ന് വെക്കുന്നൊരു മോഡലാണ്. കേരള മോഡൽ പോലും ഈ യൂറോപ്യൻ മോഡലിൻ്റെ ഒരു തുടർച്ച മാത്രമാണ്. അതിൽ ഫെർട്ടിലിറ്റി അഥവാ കുട്ടികൾ കുറവുള്ളതാണ് നല്ലത്, കുട്ടികൾ വേണ്ട തുടങ്ങിയ ചൈൽഡ്ലെസ് മാരേജസ്. നമ്മൾ ഇന്നലെ ഇതേപോലെ പറയുകയുണ്ടായി. യൂറോപ്പിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളില്ലായ്മയാണ്. ഡെമോഗ്രഫിക് വാക്യൂമാണ് യൂറോപ്പിൽ. അതാണ് സ്വാമിജി നേരത്തെ പറഞ്ഞത്. ഇപ്പം പല രാജ്യങ്ങളും ഇൻസെൻറ്റിവൈസ് ചെയ്യുകയാണ്, നിങ്ങൾ കുട്ടികളെ കൂടുതലാക്കൂ, നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാം. കാര്യം അവിടെ വലിയൊരു ജനസംഖ്യാപരമായ ശൂന്യത വരുന്നുണ്ട് എന്ന്. ഈ രീതിയിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആകണം ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ. അതായത് ഒരു കുടുംബവും ഒരു സമൂഹവും അതേപോലെ നിലനിൽക്കാൻ ഒരു സ്ത്രീക്ക് 2.1 എടുക്കുന്നത് അതിൻ്റെ ആക്സിഡൻറ്റ് റേറ്റ്സിലൊക്കെ മരിക്കുന്നവർ കണക്ക് വെച്ചാണ്. പക്ഷേ ഈ ഫെർട്ടിലിറ്റി റേറ്റ് പലപ്പോഴും നമ്മുടെ ജനതയ്ക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതൊരു വിഷമകരമായ റിയാലിറ്റിയാണ്. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ഒരു 50 വർഷം നമ്മൾ നമ്മുടെ പോപ്പുലേഷൻ ഒരു ലയബിലിറ്റി ആയിട്ടാണ് കണ്ടത്. ഒരു പക്ഷേ ഡോക്ടർ ലക്ഷ്മി അടക്കം സ്കൂളിൽ പഠിക്കുമ്പോൾ ജനസംഖ്യ ഒരു പ്രശ്നമാണെന്ന രീതിയിലാണ്. ഇന്ന് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കം സംസാരിക്കുന്നത് ഡെമോഗ്രഫിക് ഡിവിഡൻഡിനെ കുറിച്ചാണ്. ഇന്ന് ഏറ്റവും നമ്മൾ പറയുന്നത് അത് നല്ല ട്രെയിൻഡായ, നല്ല കൾച്ചേർഡായ, നല്ല സംസ്കരിക്കപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഇതിനെല്ലാം ഇത്തരം സങ്കല്പങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക കാലമായിട്ട് ചേർത്ത് വെച്ചാൽ നമുക്ക് നിർബന്ധമായി ഇത്തരം കാര്യങ്ങൾ എടുത്ത് പ്രായോഗിക തലത്തിൽ ഒരു 3 ദിവസമോ 4 ദിവസമോ ഒക്കെ നീളുന്ന മാരിറ്റൽ എഡ്യൂക്കേഷൻ, പേരൻറ്റിങ്, ഫാമിലി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ വേണം. ഒരു കൗതുകമുള്ള കാര്യം പറഞ്ഞാൽ, കോളേജിൽ അധ്യാപികയായി പോകുമ്പോഴോ MBA പഠിക്കാൻ പോകുമ്പോഴോ 2 വർഷം പോകുന്ന സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ പോകാൻ നമുക്ക് 2-3 ദിവസം ഓറിയൻറ്റേഷൻ നൽകാറുണ്ട്. നല്ല രീതിയിലുള്ള എല്ലാ MBA കോളേജിൽ അമൃതയിലൊക്കെ ഞാൻ തന്നെ പോയിട്ടുണ്ട്. ഇൻഡക്ഷൻ എടുക്കും. ആദ്യം 2 ദിവസം ഒന്നും പഠിപ്പിക്കില്ല, പകരം വെളിയിൽ നിന്ന് വരുന്ന ഞങ്ങളെപ്പോലുള്ളവർ ഓറിയൻറ്റേഷനും ഇൻഡക്ഷനും എടുക്കും. 2 വർഷം പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പോകാൻ നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ ഓറിയൻറ്റേഷൻ ലഭിക്കുന്നുണ്ട്. 50 വർഷം താമസിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹത്തിലേക്കും കുടുംബത്തിലേക്കും പോകാൻ നമുക്കൊരു 10 മിനിറ്റ് പോലും ഓറിയൻറ്റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ കാഴ്ചപ്പാടിൽ 700% കുടുംബ തകർച്ചകൾ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിൽ കൂടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രസക്തി അതാണ്. സിലബസ് അധിഷ്ഠിതമായി നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ സമാജം ഒക്കെ എടുത്ത് ചെയ്യേണ്ടതാണ്. വളരെ പ്രസക്തമായ, ആനുകാലികമായ കൂടി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.